कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। ഭാഗവത കഥകൾ 77. അസമഞ്ജന്റെ പുത്രനായ അംശുമാനാണ് ആകാശഗംഗയെ ഭൂമിയിലെത്തിക്കാൻ ശ്രമം ആരംഭിച്ചത്. വാമനാവതാര നേരത്ത് ഭഗവാൻ തന്റെ തൃക്കാൽ കൊണ്ട് ഭൂമിയും സ്വർഗലോകവും അളക്കുന്ന വേളയിൽ ബ്രഹ്മദേവൻ തീർത്ഥജലം ഉപയോഗിച്ച് പാദം കഴുകി. ആ പുണ്യജലമാണ് ആകാശഗംഗയായി പരിണമിച്ചത് എന്നാണ് സങ്കല്പം. സഗരപുത്രന്മാർ ഭസ്മാവസ്ഥയിൽ നിന്നും പുനർജനിക്കണമെങ്കിൽ ഗംഗാജലം പാതാള ലോകത്തെത്തി ആ ഭസ്മത്തെ സ്പർശിക്കണം എന്ന കപിലമുനിയുടെ വാക്കുകൾ സൂര്യവംശ രാജാക്കന്മാരുടെ മുന്നിൽ വെല്ലുവിളിയായി തീർന്നു. അംശുമാനായിരുന്നു ഇതിനായി തുടക്കമിട്ട സൂര്യവംശ രാജാവ്. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ പരിശ്രമിച്ചിട്ടും അത് സാധ്യമായില്ല. അദ്ദേഹത്തിന്റെ പുത്രൻ ദിലീപനാണ് പിന്നീട് രാജാവായി വന്നത്. എന്നാൽ അദ്ദേഹവും ജീവിതകാലമത്രയും ഇതിനായി പരിശ്രമിച്ചിട്ടും ഗംഗാദേവി കനിഞ്ഞില്ല. അയോധ്യാധിപതിയായിരുന്ന ദിലീപന്റെ പുത്രനാണ് ഭഗീരഥൻ. ആകാശഗംഗയെ ഭൂമിയിലും പാതാളത്തിലും എത്തിച്ച് തന്റെ പൂർവികരായ സഗരപുത്രന്മാർക്ക് മോക്ഷം നേടിയെടുക്കുക എന്നത് ചെറുപ്പം മുതൽ തന്റെ ലക്ഷ്യമായി ഭഗീരഥൻ കണ്ടു. തന്റെ ജീവിതം തന്നെ ഭഗീരഥൻ ചിട്ടയായി അതിനായി ക്രമീകരിച്ചു. അങ്ങനെ രാജ്യഭരണം ക്രമീകരിച്ച് മന്ത്രിമാരെ ഏൽപ്പിച്ച് ഭഗീരഥൻ ഗംഗാദേവിയെ ഭൂമിയിലേക്ക് ആഗതയാക്കാനുള്ള ശ്രമം തുടങ്ങി. ജഗത് സൃഷ്ടാവായ ബ്രഹ്മദേവനെയാണ് ആദ്യം ഭഗീരഥൻ വർഷങ്ങൾ നീണ്ട തപസ്സിലൂടെ പ്രസാദിപ്പിച്ചത്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ട ബ്രഹ്മദേവനെ സ്തുതിച്ച് ഭഗീരഥൻ ഇങ്ങനെ പറഞ്ഞു: ജഗത് പിതാമഹ, അങ്ങേക്ക് ശതകോടി പ്രണാമം. അങ്ങയുടെ കമണ്ഡലുവിൽ നിന്നും ഉയിർകൊണ്ട് ശ്രീഹരി വിഷ്ണുവിന്റെ പാദകമലങ്ങളിൽ നിന്നും നദിയായി ഒഴുകുന്ന ഗംഗാദേവിയെ ഭൂമിയിലേക്ക് എത്തിക്കുക എന്നത് സൂര്യവംശികളുടെ നിയോഗമായി തീർന്ന അവസ്ഥ അങ്ങേക്ക് അറിയുന്നതാണല്ലോ. കപില മഹർഷിയുടെ ഉജ്ജ്വല നേത്രങ്ങളാൽ ഭസ്മമായി പോയ 60,000 പിതാമഹന്മാരാണ് പാതാളലോകത്ത് മോക്ഷം കാത്തുകിടക്കുന്നത്. പുണ്യശാലിനിയായ ഗംഗയുടെ സ്പർശത്താൽ മാത്രമേ അവർക്ക് മോക്ഷം ലഭിക്കൂ. എന്റെ പിതാവും പിതാമഹനുമൊക്കെ ഇതിനായി കഠിന പരിശ്രമം ചെയ്തിരുന്നു. എന്നാൽ ദേവി കനിഞ്ഞില്ല. എന്താണ് ഈ ആഗ്രഹ നിവൃത്തിക്കുള്ള ഉപായം എന്ന് അങ്ങ് അരുളി ചെയ്താലും. ഭഗീരഥന്റെ നിശ്ചയദാർഢ്യവും വിനയവും നിറഞ്ഞ വാക്കുകൾ കേട്ട് സംപ്രീതനായ ബ്രഹ്മദേവൻ ഇങ്ങനെ പറഞ്ഞു: വത്സ, ഗംഗാദേവി എനിക്ക് പുത്രി തന്നെ. ശ്രീഹരി വിഷ്ണുവിന്റെ പാദകമലങ്ങളിൽ നിന്നും ഒഴുകിവരുന്ന ഗംഗയുടെ ഓരോ തുള്ളി ജലവും അമൂല്യവും പുണ്യവുമാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും സ്വന്തമായ തീരുമാനമുള്ളവളാണ് ഗംഗ. അവൾക്കിഷ്ടമുള്ള വഴിയെ മാത്രം പ്രവഹിക്കുന്നവൾ. എന്റെ ആജ്ഞയല്ല ഇവിടെ ഫലം ചെയ്യുക. ഗംഗയുടെ തന്നെ മനസ്സിനെ നിനക്കനുകൂലമാക്കിയെടുക്കുക. എന്നാൽ മാത്രമേ അവൾ നിനക്കൊപ്പം ഭൂമിയിലേക്ക് എത്തുകയുള്ളൂ. ഇത്രയും പറഞ്ഞ് ഭഗീരഥനെ അനുഗ്രഹിച്ച് ബ്രഹ്മദേവൻ അപ്രത്യക്ഷനായി. ഭഗീരഥൻ ആ വാക്കുകൾ കേട്ട് വീണ്ടും തപസ്സാരംഭിച്ചു. ഏറെക്കാലത്തെ കൊടും തപസ്സിനൊടുവിൽ ഗംഗാദേവി പ്രസാദിച്ച് ഭഗീരഥന് മുന്നിലെത്തി. ഭഗീരഥനാകട്ടെ സർവപുണ്യപ്രദായിനിയായ ഗംഗയെ നമസ്കരിച്ച് തന്റെ അപേക്ഷ അറിയിച്ചു. ഭഗീരഥനിൽ പ്രസന്നയായെങ്കിലും ഗംഗാദേവി ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത്: അങ്ങയുടെ നിശ്ചയദാർഢ്യം പ്രശംസനീയമാണ്. എന്നാൽ ഭൂമിയിലേക്ക് ഞാൻ ഈ അപേക്ഷ കേട്ട് നിപതിച്ചാൽ ഉദ്ദേശിക്കുന്ന ഫലമാവില്ല ഉണ്ടാവുക. യഥാർത്ഥത്തിൽ എന്നെ താങ്ങാനുള്ള കരുത്ത് ഭൂമിദേവിക്ക് ഇല്ല തന്നെ. ഭൂമിയെ തകർത്ത് നേരിട്ട് രസാതലത്തിലേക്കാവും എന്റെ പതനം. അതിനെന്താണ് പോംവഴി എന്ന് നിർദ്ദേശിച്ചാൽ
അങ്ങയുടെ അപേക്ഷ അംഗീകരിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഇത് കേട്ട് വീണ്ടും ദേവിയെ തൊഴുത് ഭഗീരഥൻ ഇങ്ങനെ ആരാഞ്ഞു: ഭൂമിദേവിയെയാകെ പ്രളയത്തിൽ നശിപ്പിക്കും വിധമുള്ള അവിടുത്തെ പ്രഹരശേഷി എങ്ങനെയാണ് ഭൂലോകവാസികൾക്ക് അനുഗ്രഹമാകും വിധം മാറ്റിയെടുക്കുക? ആർക്കാണ് ആ വിദ്യ അറിയുക എന്നുകൂടി അവിടുന്ന് പറഞ്ഞു തന്നാൽ അനുഗ്രഹമായിരുന്നേനെ. ഗംഗാദേവി മന്ദഹസിച്ചു. ത്രിഭുവനങ്ങളിലെ ഏത് സംഹാരശക്തിയെയും തന്റെ ശക്തി കൊണ്ട് നിഷ്പ്രഭമാക്കുന്ന സാക്ഷാൽ ശ്രീ മഹാദേവന് മാത്രമേ ഇക്കാര്യത്തിൽ അങ്ങയെ സഹായിക്കാൻ കഴിയൂ. അതിനാൽ അങ്ങ് അദ്ദേഹത്തോട് ചോദിക്കൂ, ഗംഗയുടെ നിപാതശക്തിയെ ആർക്ക് തടയാനാകും എന്ന്. അല്പം അഹങ്കാരത്തോടെ തന്റെ ശക്തിയെക്കുറിച്ച് വിശദീകരിച്ച് ഗംഗാദേവി അപ്രത്യക്ഷയായി. ഭഗീരഥൻ വീണ്ടും തപസാരംഭിച്ചു. തന്റെ പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി അനേകമനേകം സംവത്സരങ്ങളായി തപസ്സു ചെയ്യുന്ന ഭഗീരഥനിൽ കൃപ തോന്നിയ ശ്രീ മഹാദേവൻ ഒടുവിൽ പ്രത്യക്ഷപ്പെട്ട് ഗംഗയെ തന്റെ ജടാമകുടം കൊണ്ട് തടഞ്ഞു നിർത്താം എന്ന് വാക്കു നൽകി. വീണ്ടും ഗംഗാദേവിയെ തപസ്സു ചെയ്ത് ഭഗീരഥൻ മഹേശ്വരന്റെ സമ്മതം അറിയിച്ചു. അങ്ങനെ ആ ദിവ്യമുഹൂർത്തമെത്തി. തന്റെ എല്ലാ പ്രഭാവത്തോടും കൂടി ദേവഗംഗ പ്രയാണം തുടങ്ങി. ഗംഗയുടെ ഒഴുക്കിന്റെ ഹുങ്കാരം 3 ലോകങ്ങളിലും പ്രകമ്പനമായി വ്യാപിച്ചു. ഈ വരവിന്റെ ശക്തിയിൽ താൻ ഇല്ലാതെയാവുമോ എന്ന് ഭൂമിദേവി ഭയന്നു വിറച്ചു. ദേവകൾ മഹേശ്വരനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ മുന്നിൽ കാണുന്ന മേഘങ്ങളെയും പർവ്വതങ്ങളെയും കടപുഴക്കിയെത്തിയ ഗംഗാദേവിയുടെ പ്രതാപ പ്രദർശനം തൃക്കൺ പാർത്ത മഹേശ്വരൻ തന്റെ ജടാമകുടത്തിൽ നിന്നും ഒരു ചെറിയ ഭാഗം നിവർത്തി ഗംഗയ്ക്ക് മുന്നിലേക്കിട്ടു. ജടയിലേക്ക് വന്നു വീണപ്പോൾ ഗംഗാദേവിക്ക് സംഭവിച്ച പരിണാമം അത്ഭുതാവഹമായിരുന്നു. ജടാമകുടത്തിൽ കുടുങ്ങിപ്പോയ ഗംഗാദേവി തീർത്തും അദൃശ്യയായി. മഹേശ്വരന്റെ പ്രതിരോധശേഷി തകർത്ത് ഭൂമിയിലേക്കൊഴുകാൻ ഗംഗയ്ക്ക് ത്രാണിയുണ്ടായിരുന്നില്ല. ദിക്ക് തെറ്റി ഗംഗാദേവി ജടാമകുടത്തിലെ ഇരുട്ടിൽ അലഞ്ഞു നടന്നു. ഭഗീരഥൻ വീണ്ടും പരാജിതനായി. ജടയിൽ കുടുങ്ങിപ്പോയ ഗംഗയെ വീണ്ടെടുക്കുക എന്നതായി ഭഗീരഥന്റെ അടുത്ത പ്രയത്ന ലക്ഷ്യം. വീണ്ടും അദ്ദേഹം കഠിന തപസ് ആരംഭിച്ചു. വീണ്ടും വർഷങ്ങളുടെ തപസ്സിനെ തുടർന്ന് മഹാദേവൻ പ്രത്യക്ഷനായി ഗംഗാദേവിയെ മോചിപ്പിച്ച് ഭൂമിയിലേക്കൊഴുകാൻ അനുഗ്രഹിച്ചു. അങ്ങനെ ആദ്യമായി ഭൂതലത്തിൽ ഗംഗയുടെ പുണ്യജലം സ്പർശിച്ചു. ഭഗവാൻ മഹേശ്വരന്റെ ജടാമകുടത്തിൽ ചെന്ന് പെട്ടതിലൂടെ ഗംഗയുടെ അഹങ്കാരഭാവം ഒട്ടു ശമിച്ചിരുന്നു. എന്നാൽ ഗിരിശൃംഗങ്ങളിലൂടെ പ്രവഹിച്ചു വരുന്ന വഴിക്കാണ് തന്റെ മാർഗമധ്യത്തിൽ ജനുമഹർഷി തപസ്സനുഷ്ഠിക്കുന്നത് ഗംഗയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അഹംഭാവത്തോടെ ഗംഗ മഹർഷിയുടെ ആശ്രമവും പരിസരവുമെല്ലാം വിഴുങ്ങി മഹർഷിയെ പ്രളയത്തിലൊതുക്കാൻ ഹുങ്കാരവത്തോടെ കുതിച്ചു. തപസ്സിൽ നിന്നും ഉണർന്ന മഹർഷി ചെറുമന്ദഹാസത്തോടെ ഒരു കവിൾ വെള്ളമെന്ന പോലെ ഗംഗയെ അത്രയും കുടിച്ച് തന്റെ ഉള്ളിൽ ഒതുക്കി. ഗംഗാദേവി ഒഴുകിയെത്തുന്നതും കാത്തുനിന്ന ഭഗീരഥൻ കാത്തുനിന്ന് മടുത്ത് വീണ്ടും തന്റെ പുണ്യനദിയെ തേടിയിറങ്ങി. അങ്ങനെ തേടിയെത്തിയപ്പോഴാണ് ഗംഗാദേവി മഹർഷിയുടെ ഉള്ളിൽ കുടുങ്ങിപ്പോയത് കാണുന്നത്. മഹർഷിയെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമത്തിലായി പിന്നീട് ഭഗീരഥൻ. ഒടുവിൽ തപസ്സിൽ നിന്നുണർന്ന മഹർഷിയോട് രാജാവ് തന്റെ പൂർവവൃത്താന്തവും തപസ്സുമൊക്കെ വിവരിച്ചു. എല്ലാം കേട്ട മഹർഷി ഇങ്ങനെ ചോദിച്ചു: ഭൂമിയിലൂടെ ഒഴുകി പാതാളത്തിൽ നിപതിച്ചാലേ ഗംഗ ഉദ്ദേശിച്ച ഫലം ഗംഗയെക്കൊണ്ട് ഉണ്ടാവൂ. എന്നാൽ ഇതാ നോക്കൂ, ഇത്തരത്തിൽ ഇടയ്ക്ക് അഹങ്കാരത്തിൽ ഇവൾ സർവസംഹാരിണിയായി മാറിയാൽ ഭൂമിക്ക് ദോഷമല്ലേ ഭവിക്കുക? എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും ഇവൾ നാശം വരുത്തുകയില്ല എന്ന്? ഇത് കേട്ട ഭഗീരഥൻ തന്റെ പുത്രിയായി ഗംഗയെ ഏറ്റെടുത്തുകൊള്ളാമെന്നും നിയതമായ ചാലുകളിലൂടെ തന്റെ പുത്രിയെ മുന്നോട്ട് നയിച്ച് ലോകത്തിന് ഉപകാരപ്രദായിനിയാക്കാം എന്നും വാക്കുകൊടുത്തു. ഇത് കേട്ട് പ്രസന്നമായ മഹർഷി ഗംഗയെ തന്റെ ചെവിയിലൂടെ പുറത്തേക്ക് വിട്ടു. ഇതോടെ ഗംഗയ്ക്ക് ഭാഗീരഥി എന്നും
ജാഹ്നവി എന്നും പേരുണ്ടായി. അങ്ങനെ അഹങ്കാരമെല്ലാം മാറി ഗംഗ പുണ്യവതിയായ ഗംഗയായി ഒഴുകിത്തുടങ്ങി. ഒടുവിൽ പാതാളത്തിലെത്തി സഗരപുത്രന്മാർക്ക് മോക്ഷം നൽകി. സഗരപുത്രന്മാരുടെ മോക്ഷത്തിനായി എത്തിയ ഗംഗ കടലിൽ ചെന്ന് ചേർന്നതോടെയാണ് കടലിന് സാഗരം എന്ന പേര് ലഭിച്ചത്. ഈ പുണ്യപരമ്പരയിലെ സൗദാസ ചക്രവർത്തി ബ്രാഹ്മണനെ ഭക്ഷിക്കുന്ന രാക്ഷസനായി തീർന്ന കഥയാണ് പിന്നീട് ശുഗമുനി പറഞ്ഞത്. ആ കഥ നാളെ.